ഹേയ് റിയാലിറ്റി വണ്ണിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കണ്ണൂരാണ് കേട്ടോ നിൽക്കുന്നത്. 13 സെൻറ്റാണ് ഈ പ്ലോട്ട് വരുന്നത്. 1850 സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാക്കിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു അടിപൊളി വീടാണ് കേട്ടോ. ഇതിനിത് മാത്രമല്ല കുറേ പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ കുറേ ടിപ്സും ഇതിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വീടിൻ്റെ കാഴ്ചകളും നമുക്ക് കണ്ടുനോക്കാം. രജീഷ് കരിഷ്മ ദമ്പതികൾക്കായിട്ടാണ് കേട്ടോ ഈ വീട് പണി തീർത്തിട്ടുള്ളത്. ഏട്രിയം അസോസിയേറ്റ് പയ്യന്നൂർ ഇവരാണ് ഇതിൻ്റെ പണി മൊത്തം കഴിച്ചിട്ടുള്ളത്. ഇവരെ ഓഫീസ് വരുന്നത് പയ്യന്നൂർ തന്നെയാണ്. എഞ്ചിനീയർ നമ്മളെ കൂടെ ഉണ്ട്. ഇതിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ കുറേ പ്രത്യേകതകളുള്ളൊരു വീടാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫാണ്. പക്ഷേ ഈ സ്ലോപ്പ് റൂഫൊക്കെ ഇതിൻ്റെ 3D അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു എലവേഷൻ നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും കുറേ ഹൈറ്റുകളൊക്കെ ഡിഫറെൻറ്റ് വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്തിട്ടുള്ളത് സ്ട്രക്ചർ ഫ്ലാറ്റ് റൂഫ് ചെയ്തിട്ട് അതിന് പിന്നെ സ്ട്രക്ചർ കൊടുത്തിട്ട് വി ബോർഡ് വെച്ചിട്ടാണ് ഈ ഷെയ്ഡൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് എഞ്ചിനീയറോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീടിന് എക്സ്റ്റീരിയർ എലവേഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയെന്നുള്ളത് നമുക്ക് എഞ്ചിനീയറോട് ചോദിച്ചറിയാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? എൻ്റെ പേര് നിയാസ് ഫ്രം ഏട്രിയം അസോസിയേറ്റ്സ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിംഗിൾ ഫ്ലോറിൽ ചെയ്തതാണ്. ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ്. 1850 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമിലാണ് ചെയ്തത്. 3 ബെഡ്റൂം, പിന്നെ 3 ടോയ്ലറ്റും 1 കിച്ചൺ മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇതിൻ്റെ ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ GIയിൽ പിന്നെ സെക്ഷൻ ചെയ്തിട്ട് നമ്മൾ സ്ലോപ്പ് റൂഫാണ് ചെയ്തത്. എന്നിട്ട് സെറാമിക് കോഡ് ചെയ്തത്. നമ്മൾ ഒറിജിനൽ എലിവേഷൻ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തത് ഇങ്ങനെയായിരുന്നു. ചെറിയൊരു ഹൈറ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ ഈ ഒരു സ്ലോപ്പ് കൊടുത്തത്. അതായത് സിംഗിൾ ഫ്ലോർ സാധാരണ ഒരു വീട് ഒരു പതുങ്ങിയിരുന്ന പോലെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മളത് പിന്നെ GI ചെയ്തിട്ട് പിന്നെ സ്ലോപ്പ് റൂഫ് ചെയ്ത് അതേപോലെ ചൂടും കുറയും. പിന്നെ ഇവിടെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു ഇത് ഈ ഒരു ബീം നമ്മളിതൊരു എലിവേഷന്റെ ഇതിനായിട്ട് കൊടുത്തത്. നമ്മളെ കാർപോർട്സ് ഈ 3 ബീം പിന്നെ ബൗണ്ടറി വാളിലേക്ക് കണക്റ്റഡ് ആയിട്ട് കൊടുത്ത് ഇവിടെ ചെറിയൊരു വെർട്ടിക്കൽ ഒരു ഗാർഡനിങ്ങും കാര്യങ്ങളിലും ചെയ്യാനുണ്ട്. അത് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു സെക്ഷൻ ഇങ്ങോട്ടേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ ടാങ്കും കാര്യങ്ങളെല്ലാം ഹൈഡായിട്ട് ഈ സ്ട്രക്ചറിൻ്റെ ഉള്ളിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ വേറെ പിന്നെ നമ്മൾ വിൻഡോസ് എല്ലാം UPVC ആണ്. നമ്മൾ ഡോറൊക്കെ ടീക്ക് വുഡിലാണ് ചെയ്തത്. ഡോറും അതിൻ്റെ ഫ്രെയിമും. അതേപോലെ ബെഡ്റൂമിൻ്റെ പിന്നെ ഫ്രെയിം ടീക്ക് വുഡാണ്. അതിന്റെ ഡോറ് പ്ലൈവുഡ് ഡോറാണ് ചെയ്തത്. ഓക്കെ. അപ്പൊ നമുക്ക് എഞ്ചിനീയർ ഇതിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഓരോ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കോമ്പൗണ്ട് വാൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സദാ പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ മെറ്റീരിയൽ വരുന്നത് GI ആണ് കേട്ടോ. ഗേറ്റൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഗേറ്റ്. പിന്നെ മുറ്റത്ത് വിരിച്ചിട്ടുള്ളത് താന്തൂർ സ്റ്റോൺ ആണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി സിറ്റ് ഔട്ട് സ്പേസിലേക്ക് പോകാം. അതുപോലെ തന്നെ എക്സ്റ്റീരിയറിൻ്റെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ UPVCയിലാണ് വിൻഡോസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വൈറ്റ് കളറിലാണ് വിൻഡോ മൊത്തം ഫ്രെയിമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. പെയിൻറ്റിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ടും സൺഷെയ്ഡിൻ്റെ ഈ ഭാഗത്തായിട്ടൊക്കെ സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി സിറ്റ് ഔട്ട് സ്പേസിലേക്ക് പോകാം. 3 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഈ ഒരു സ്ലാബ്, അതായത് ഈ റൂഫിൽ ഒരു സ്പേസ് പറഞ്ഞാൽ സിറ്റ് ഔട്ട് സ്പേസ് കം പോലെ ഒരു കാർ പോർച്ചും കൂടിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് സിറ്റ് ഔട്ട് സ്പേസിലേക്ക് കയറാം. രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടാണ് സിറ്റ് ഔട്ട് സ്പേസ്. ഇതിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ലെപ്പോത്ര ഗ്രാനൈറ്റിലാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കോബിൾ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്.
ഈ ഭാഗത്തായിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട്, ഈ ഭാഗത്തായിട്ടും വിൻഡോ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ UPVസിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയും സീലിംഗിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത് തേക്ക് വുഡിലാണ് കേട്ടോ. കാണാൻ കുറച്ചൊക്കെ ഒരു വ്യത്യസ്തതയോട് കൂടിയിട്ടുള്ള ഒരു മെയിൻ ഡോർ തന്നെയാണ്. അതിന് അറ്റാച്ച്ഡ് ആയിക്കൊണ്ടൊരു വിൻഡോ കൂടി കൊടുത്തിട്ടുണ്ട്. ഓപ്പണബിൾ ആയിട്ടുള്ള വിൻഡോ ആണ്. അതിൻ്റെ ഫ്രെയിമൊക്കെ ചെയ്തിട്ടുള്ളത് തേക്ക് വുഡിലാണ്. ഗ്രൂ ഡിസൈനൊക്കെ കൊടുത്തിട്ട്. ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളൊന്ന് കാണാം. നല്ല അടിപൊളിയായിട്ടുള്ള കുറേ കാഴ്ചകൾ ഇവിടെ ഉണ്ട്. നമുക്കിവിടെ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ, ഒരു കൺജഷനും ഫീൽ ചെയ്യില്ല. അതുപോലെ അടിപൊളിയായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രീൻ കളർ ഗ്രേ കളറൊക്കെയാണ് ഒരു ഇൻറ്റീരിയറിൻ്റെ കളർ തീമായിട്ട് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ലിവിങ് സ്പേസ് ആണ് കേട്ടോ, കോമൺ ആയിട്ടുള്ള ലിവിങ് സ്പേസ് ആണ്. ഈ ലിവിങ് സ്പേസിന് കുറേ പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് ആയിട്ടുള്ള എന്താ വെച്ചാൽ ഈ ഒരു ഫോയർ ഏരിയയിൽ ഈ ഭാഗത്തായിട്ട് ഒരു കോർട്ട്യാർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഏരിയ ആണ്. അതിൻ്റെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൈൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് മൊറോക്കൻ ടൈലാണ് കേട്ടോ. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നാച്ചുറൽ പ്ലാന്റ് കൊടുത്തുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ MS-ൻ്റെ വെച്ചിട്ടാണ് ആ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ലിവിങ് സ്പേസിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ കളർ സോഫയാണ് ഒരു കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചതാണ്. പിന്നെ ഈ ഭാഗത്തായിട്ട് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പ്ലൈവുഡിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്പേസിൽ നിന്ന് തന്നെ കോർട്ട്യാർഡ് സ്പേസിലേക്ക് ഈ ഭാഗത്തായിട്ട് കോർട്ട്യാർഡ് സ്പേസ് വരുന്നുണ്ട്. അവിടെ ഒരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ആ ഭാഗത്തു നിന്ന് എൻട്രി ഉണ്ട്. പിന്നെ അതേപോലെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഫുൾ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ UPVസിലാണ് ചെയ്തിട്ടുള്ളത്. സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. കർട്ടന് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈനിങ്ങും അതേപോലെ തന്നെ ലിവിങ്ങും പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ മൈൽഡ് സ്റ്റീൽ തന്നെയാണ്. ഇത് കസ്റ്റമൈസ് ചെയ്ത് ഇവർ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. അടിപൊളിയായിട്ട് ഗ്രീൻ പെയിൻറ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു പ്രെയർ ഏരിയ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സെയിം നമ്മൾ ആ കോർട്ട്യാർഡ് സ്പേസിൽ കണ്ട പോലെ തന്നെ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തുകൊണ്ട് നാച്ചുറൽ ലൈറ്റ് വരുന്ന വിധത്തിൽ ഗ്ലാസ് ആണ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ടൈല് ഈ വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ടൈലും മൊറോക്കൻ ടൈലാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതും മൈക്ക ലാമിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു സ്പേസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഡൈനിങ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ടേബിൾ ആയിക്കോട്ടെ അതേപോലെ ചെയറൊക്കെ ആയിക്കോട്ടെ. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് കോർട്ട്യാർഡ് സ്പേസ് വരുന്നത്. ഇതിനും സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് ഭാഗത്തു നിന്ന് എൻട്രി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു നീളത്തിലുള്ളൊരു സ്പേസ് ആണ്. ഇതൊക്കെ ഈ 1850 ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. സ്ക്വയർ ഫീറ്റ് നോക്കി കഴിഞ്ഞാൽ. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. വാഷ് ബേസും കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ്. കാരണം ഇത് കുറച്ച് ഡിപ്പിട്ടിട്ട് ഇറങ്ങി വിധത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇത് ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ്സോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. മഴ ആയിക്കോട്ടെ വെയിലായിക്കോട്ടെ ഡയറക്റ്റ് ഈ പ്ലാന്റ്സിന് കിട്ടുന്ന വിധത്തിലാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഏരിയയിൽ ഒരു ബേ വിൻഡോ വരുന്നുണ്ട്. അത് സിറ്റ് ഔട്ടിൻ്റെ ഈ ഡോറിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് ഈ ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ എക്സ്റ്റീരിയർ എലിവേഷനിൽ കാണുന്ന ആ വിൻഡോ ആണിത്. ആ ഒരു സ്പേസിൻ്റെ ബേ വിൻഡോ അത്യാവശ്യം വീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടിയിലായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസും കൂടി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ഒന്ന് കാണാം കേട്ടോ. ഈ ഒരു പറഞ്ഞല്ലോ ഫോയർ സ്പേസ് ആണ് വരുന്നത്. അതിൻ്റെ ഒരു ടൈൽ പാറ്റേൺ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നാൽ അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ കളർ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് വേറെ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റൂഫ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീലിങ്ങും സെയിം പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. പിന്നെ ഇവിടെ ഒരു സിറ്റിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു പാർട്ടീഷൻ ചെയ്ത് MS-ൻ്റെ ഉപയോഗിച്ചിട്ട് ചെയ്ത് ആ ഒരു സെയിം സാധനം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഡിസൈന് വേറെ ഡിസൈനിലാണ്. പിന്നെ കൊതുകിൻ്റെ നെറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പ്രാണികളും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സീലിങ്ങിലായിട്ട് 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഇരിക്കാനൊക്കെ പറ്റിയുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനത്തെ ഒരു ഏരിയ ആണ്. പിന്നെ ഈ ഭാഗത്തായിട്ട് 2 ഭാഗത്തായിട്ടാണ് ബെഡ്റൂമുകൾ വരുന്നത്. ഇവിടെ മാസ്റ്റർ ബെഡ്റൂമും ഇവിടെ ഇതിൻ്റെ സെക്കൻഡ് ബെഡ്റൂമാണ് വരുന്നത്. ഫസ്റ്റ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ തന്നെ കണ്ടു തുടങ്ങാം. 360 330 കേട്ടോ ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. നല്ല അടിപൊളിയായിട്ട് എന്നാൽ ഭയങ്കര സിമ്പിളായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. കോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിൽ. പിന്നെ ഇവിടെ ഒരു കുഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഹെഡ് പോർഷനിലായിട്ട് ഹെഡ് ബോർഡ് ചെയ്തിട്ടുള്ളത്. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഭാഗത്തായിട്ട് സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. സെയിം പാറ്റേണിൽ തന്നെയാണ്
അതും ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത, ഇതിൽ ഈ ഒരു വാളിൽ ത്രൂ ഔട്ട് ആയിട്ട് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. ഫുൾ ഹൈറ്റിൽ കൊടുത്തിട്ടില്ല, ആ ഒരു സൈഡിൽ തുടങ്ങുന്ന വിധത്തിൽ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. സ്ട്രൈറ്റ് ആയിട്ടുള്ള കർട്ടനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പ് ഏരിയ യൂണിറ്റ് വാർഡ്രോബ് ഒക്കെ നിൽക്കുന്നത് ഈ ഒരു ഏരിയയിലായിട്ടാണ്. ഇവിടെയാണ് മിറർ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വാർഡ്രോബിന് അറ്റാച്ച്ഡ് ആയിക്കൊണ്ട് തന്നെയാണ്. ഇതും സെയിം മെറ്റീരിയൽ ആണ്. ഇതിൻ്റെ ഹാൻഡിൽസ് ഒക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു എലഗന്റ് ലുക്കിലുള്ളൊരു ഹാൻഡിൽസ് ആണ്. അതുപോലെ തന്നെ ഗ്രേ കളറാണ് അതിന് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ഏരിയൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു വിൻഡോയും കൂടി വരുന്നുണ്ട്. പിന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് വരുന്നുണ്ട്. ഈ ഒരു ടോയ്ലറ്റിൻ്റെ സൈസ് 270/150 കേട്ടോ വരുന്നത്. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയ ഒക്കെ ഡിപ്പ് ഇട്ടുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാഷ് ബേസിൻ ഏരിയ കൂടി ഈ ഒരു ടോയ്ലറ്റിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പിന്നെ ഈ ഒരു ടോയ്ലറ്റിന്റെ പ്രത്യേകത നിഷസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനീഷ്യലായിട്ട് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിങ്ങനെ കുളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയി ഫീൽ ചെയ്യില്ല. അപ്പൊ ഇത്രയാണ് ഇതിന്റെ കാഴ്ചകൾ വരുന്നത്. ഈ ഭാഗത്തൊക്കെ ഒരു മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് കൊടുത്തിട്ടുള്ളത്, വഴിക്ക് വീഴാത്തൊക്കെ വിധത്തിലുള്ളത്. ഇനി നെക്സ്റ്റ് ബെഡ്റൂമിന്റെ കാഴ്ചകളാണ്. അത് ഈ ഒരു ഭാഗത്ത് ഇതിന് നേരെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ടാണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂം 300/330 കേട്ടോ സൈസ് വരുന്നത്. ഇതിൻ്റെ കോട്ടൊക്കെ സെപ്പറേറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു റൂമിൽ വിൻഡോ ഈ ഭാഗത്തായിട്ട് വരുന്നത് ഒരു ഹിഡൻ വിൻഡോ ആണ് സത്യം പറഞ്ഞാൽ. കാരണം ഇതിന് റോമൻ ബ്ലൈൻഡ് ആണ് കൊടുത്തിട്ടുള്ളത്. മറ്റൊരുത്തൊക്കെ സ്ട്രൈറ്റ് ആയിട്ടുള്ള കർട്ടനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് റോമൻ ബ്ലൈൻഡ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ പോർച്ചിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്ന ആ ഒരു വിൻഡോ ആണ്. അതൊരു ഹിഡൻ വിൻഡോ ആയിട്ട് നമുക്ക് തോന്നും. പിന്നെ അതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു ലൈറ്റും അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഭാഗത്തായിട്ടും ഒരു വിൻഡോ വരുന്നുണ്ട്. ഇതും ഒരു എക്സ്റ്റീരിയറിന് കാണുന്ന വിധത്തിലായിട്ടുള്ള ഒരു ബെഡ്റൂം ആണല്ലോ, അതുകൊണ്ടാണ് ആ ഒരു വിൻഡോ കൊടുത്തിട്ടുള്ളത്. സെയിം ആയിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. UPVC ആണ് കേട്ടോ വിൻഡോ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് വാർഡ്രോബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ റൂമിൽ കണ്ട മാതിരി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ചെയ്തിട്ടില്ല, വാർഡ്രോബ് ചെയ്തിട്ടില്ല. ഇനി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഏരിയ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. അറ്റാച്ചുള്ള ബാത്റൂം ഈ ഭാഗത്തായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കളർ പാറ്റേൺ ഒരു ലൈറ്റ് കളറാണ് ഈ ഒരു ബാത്റൂമിന് ഒരു സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതും ഡിപ്പ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിൻ ഏരിയ ഇതിലും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീട്ടിലെ ലാസ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഗസ്റ്റ് ബെഡ്റൂമും നമുക്കൊന്ന് കാണാം. 270/300 സൈസ് വരുന്നത്. കമ്പാരിറ്റീവില് ഈ ഒരു റൂം ചെറുതാണ് കേട്ടോ. ഇതിന്റെ ബെഡ് കോട്ടും സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഭാഗത്തായിട്ട് വിൻഡോ ചെയ്തിട്ടുണ്ട്. ഈ വാളിലും ത്രൂ ഔട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹൈറ്റിൽ കൊടുത്തിട്ടില്ല. പിന്നെ സീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ 4 ഭാഗത്തായിട്ട് സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഈ വാളിൽ അടിപൊളിയായിട്ടുള്ള ഒരു ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് ഈ റൂമിൽ എടുത്തു പറയുന്ന വിധത്തിലൊന്നുമില്ല. ഇവിടെയും ഒരു സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതിന് റോമൻ ബ്ലൈൻഡ് ആണ് കൊടുത്തിട്ടുള്ളത്. ഗ്രേ കളറാണ് കേട്ടോ പെയിന്റിന്റെ കോമ്പിനേഷൻ. ടൈൽ നോക്കി കഴിഞ്ഞാലും ഒരു ഗ്രേ കളർ ടച്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ കോമൺ ടോയ്ലറ്റ് ആണ് ഇവിടെ ഉള്ളത്. ഇതിന് അറ്റാച്ച്ഡ് ആയിട്ട് ടോയ്ലറ്റ് ഇല്ല, പകരം ഇതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുള്ളത്. ഇതും കമ്പാരിറ്റീവില് ഇവിടുത്തെ അപേക്ഷിച്ച് ചെറുതാണ്. 160/150 ഇതിന്റെ സൈസ് വരുന്നത് കേട്ടോ. ഡ്രൈ ഏരിയയും വെറ്റീരിയൊക്കെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് കളറിലാണ് ഇതിൻ്റെ ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി മെയിൻ ആയിട്ടുള്ള ഏരിയയാണ് കിച്ചൺ ആണ് വരുന്നത്. 300/330, അതായത് ഒരു ചെറിയ കിച്ചൺ ആണ്, എന്നാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വർക്കിംഗ് സ്പേസ് വേറെ ഒന്നുമില്ല. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അധിക വീടുകളിലും നമ്മൾ കണ്ടുവരുന്നത് ഈ ഒരു സേജ് ഗ്രീൻ ആണ്. ഈ ഒരു ഗ്രീൻ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്ലാക്ക് ആണ് ഒന്നുകൂടി കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ടൈലുകളൊക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഭാഗം സ്ക്വയർ ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്, കണ്ടാൽ മനസ്സിലാകും. പിന്നെ ഇതിൻ്റെ കബോർഡുകളൊക്കെ ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ടൈലാണ് വരുന്നത്. ടോപ്പ് കൊടുത്തിട്ടുള്ളത് ടൈലാണ്. ബ്ലാക്കിൽ ഒരു ഡിസൈനൊക്കെ വരുന്നുണ്ട്, കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഈ ഭാഗത്തായിട്ട് ടൈലാണ്. ഈ വാളിലൊക്കെ ടൈൽ വെച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീനിന് വേണ്ടിയിട്ട് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹുക്ക് നോബ് വരുന്നുണ്ട്. ഓവൺ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, വെന്റിലേഷന് വേണ്ടിയിട്ട് ഈ ഭാഗത്ത് മാത്രമായിട്ടല്ല, ആ 2 സൈഡിൽ ഒരേ ഭാഗത്ത് ഒരേപോലെ ആയിട്ടാണ് വിൻഡോ കൊടുത്തിട്ടുള്ളത്. അത് വൈറ്റ് കളർ കൊടുത്തുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വിൻഡോ വരുന്നത് സ്ലൈഡിങ് ആണ് കേട്ടോ. 2 ഭാഗത്തും സ്ലൈഡിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ കിച്ചണും അതേപോലെ ഈ വീടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ കുറേ ടിപ്സ് എഞ്ചിനീയർ നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇവർ എന്തായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുക്കുമ്പോൾ ഓഫീസ് വരുന്നത് പയ്യന്നൂരാണ് കേട്ടോ. കുറേ ടിപ്സും അതേപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമായിട്ട് ഇത്രയും റിക്വയർമെൻറ്റ് അനുസരിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ വീട് പണി തീർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ക്ലയൻറ്റിൻ്റെ റിവ്യൂ നമുക്ക് ചോദിച്ചു നോക്കാം. നമ്മൾ എത്ര പറഞ്ഞാലും ക്ലയൻറ്റ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, അതുപോലെ തന്നെ ഇവർ ഈ വർക്കിലും ഇവരുടെ എല്ലാ കാര്യത്തിലും എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത് കൂടി നമുക്കൊന്ന് ചോദിച്ചറിയാനുണ്ട്.
അപ്പോൾ അതും കൂടി നമുക്ക് ചോദിക്കാം. അപ്പോൾ നമ്മൾ കരിഷ്മ ചേച്ചി നമ്മളെ കൂടെ ഉണ്ട്, ക്ലൈൻ്റ് ആണ്. നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അതുപോലെ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾ ഈ വീടിൻ്റെ പ്രോജക്റ്റ് വർക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്നുള്ളതൊക്കെ ചോദിച്ചറിയാം. അതുപോലെ എങ്ങനെയാണ് ഈ ഒരു ഫേമിലേക്ക് ഈ പ്രൊജക്റ്റ് ഇവരെ ഏൽപ്പിക്കണം എന്നുള്ള ഇതിലേക്ക് എത്തിച്ചേർന്നത്? ഞങ്ങൾ ഇവരുടെ മുന്നേ ഉള്ള ഒരു പ്രൊജക്റ്റ് കണ്ടിട്ട് അങ്ങനെയാണ് നിയാസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞു, അങ്ങനെ ആ ഒരു ഇതിൽ ചെയ്തു തന്നതാണ്. അപ്പം നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക. എൻ്റെ പേര് കരിഷ്മ, ഹസ്ബൻഡ് സജീഷ്, UAE ഫാർമസിസ്റ്റാണ്. ഒരു മോനുണ്ട് കനിഷ്ക്. അപ്പോൾ ഈ ഒരു വർക്കിൽ നിങ്ങൾ എന്തൊക്കെ റിക്വയർമെൻ്റ് ആയിരുന്നു നിങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? അതിൽ മൊത്തത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം? നമ്മൾ സിംഗിൾ ഫ്ലോറാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ കോർട്ട്യാർഡ്, അങ്ങനെ 3 ബെഡ്റൂം, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താണോ പറഞ്ഞത് അതിന് മേലെ നമുക്ക് നല്ല ഇതിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ക്ലയൻറ്റ് ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടീമാണ്. ഇവരുടെ ഓഫീസ് വരുന്നത് പയ്യന്നൂരാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.